SNDP പറവൂർ വൈപ്പിൻ മേഖല യൂണിയൻ നേതൃസംഗമം പറവൂരിൽ നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് അരേക്കണ്ടി സന്തോഷ്, പറവൂർ SNDP യൂണിയൻ സെക്രട്ടറി CN രാധാകൃഷ്ണൻ, കൺവീനർ ഷൈജു മനക്കപ്പടി, വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് TG വിജയൻ, സെക്രട്ടറി TB ജോഷി, MP ബിനു, PS ജയരാജ്, ഷീബ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ആയിരക്കണക്കിന് പേർ സംഗമത്തിൽ പങ്കെടുത്തു. ഇന്ന് കുറെ നാളുകളായിട്ട് ഈ ലീഗുകാർ എന്നെ വേട്ടയാടുന്നത് ഞാൻ ചില സത്യങ്ങൾ നിങ്ങളൊന്നായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് കൊല്ലത്ത് ശ്രീനാരായണ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. ആ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ ഡൽഹിയിലായിരുന്നു അന്ന് നമ്മുടെ മന്ത്രി മുസ്ലിം. അദ്ദേഹം എന്താ ചെയ്തു? അവിടെ മുസ്ലിങ്ങളെ തന്നെ വൈസ് ചാൻസലറാക്കി. അവരുടെ വികാരം നോക്ക്, എവിടെയായാലും വലുതായാലും ആരായാലും അവർക്ക് ആ വികാരം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരുദേവന്റെ നാമധേയത്തിലുള്ള ശ്രീനാരായണ യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ എല്ലാ ആസ്ഥാന കേന്ദ്രമായ കൊല്ലത്ത് സ്ഥാപിച്ചപ്പോൾ കൊല്ലം തന്നെ ഗവൺമെന്റ് ചില ഉദ്ദേശം കാണും. SNDP യോഗത്തിന്റെ ആസ്ഥാനം, SM ട്രസ്റ്റിന്റെ ആസ്ഥാനം, ഇവരുടെ മഹാഭൂരിപക്ഷമുള്ള നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചത്. അപ്പം എൻ്റെ സമുദായത്തിന് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ, അതുകൊണ്ടാണ് ഞാൻ പറ്റുന്നത്. ഞാൻ അദ്ദേഹത്തിന് ബഹുമാനിക്കട്ടെ. എൻ്റെ സമുദായം അത് അധികാരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ സമുദായത്തിന് ആലോചിച്ചു. പക്ഷെ ഞാനത് വിമർശിച്ചു. ഗർഭം കൊണ്ടല്ല, ഒറ്റ സമുദായം, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒറ്റ ആൾ പോലും 14 യൂണിവേഴ്സിറ്റികളില്ല. ഇടതുപക്ഷങ്ങളിൽ വന്നിട്ട് പോലും പല സമ്മർദ്ദങ്ങൾ വരുമ്പോഴും അങ്ങ് മഴ. അഹങ്കാരം പറഞ്ഞവർ തോറ്റ ചരിത്രമുള്ളത് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. മാരാരിക്കുളത്തെ ചരിത്രം അതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അഹങ്കാരത്തിന് കൈയും കാലും വെച്ച സ്ഥിതിയിലാണ് VD സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 98 സീറ്റ് നേടിയാൽ താൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും. ഇത്രയും സീറ്റ് നേടിയില്ലെങ്കിൽ സതീശൻ പദവികൾ രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 3-ാം ഊഴത്തിന് കാത്തുനിൽക്കുന്നയാളാണ്. ദുർബലമായ കോൺഗ്രസ് തമ്മിലടിച്ച് നശിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു.